ഹായ് ഹലോ കൂട്ടുകാരെ, ആദിസ് പൊന്നു കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പൂ പോലത്തെ ചപ്പാത്തിയും നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റിനുള്ള ഒരു മുട്ടക്കറിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ട് ഞാൻ ഇതിന് 2.5 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 3/4 കപ്പോളം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മതിയാവും. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടതിന് ശേഷം കാണാം. അപ്പം നമ്മൾ മാവ് കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെറിയ പാനാണ്, അപ്പച്ചട്ടി. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങിയിട്ടല്ല ഇടുന്നത് മുട്ടക്കറി വയ്ക്കാൻ. ഞാൻ മുട്ട ബുൾസൈ പോലെ എണ്ണയിലിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് അതിനകത്തോട്ടിട്ട് കറി എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട പൊട്ടിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ടിട്ട് നമ്മൾ മുട്ട ബുൾസൈ പോലെ ഒന്ന് മുരിച്ചെടുക്കും. അപ്പം നമുക്ക് അത് കാണാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. സൂക്ഷിച്ച് വേണം മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാൻ. നന്നായിട്ട് പുറത്ത് മേത്ത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നും ഇടുന്നില്ല, കുരുമുളക് പൊടിയോ ഉപ്പോ ഒന്നും ഇടുന്നില്ല. ഇത് ഇങ്ങനെ എടുത്ത് വറുത്ത് നമ്മൾ കോരുകയാണ്. കറിയിലെല്ലാം ചേർക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഞാനൊന്നും ഇടുന്നില്ല. ഇതിൽ തന്നെ നന്നായിട്ട് വരും. കറിയിലിടുമ്പോൾ തന്നെ അതിൻ്റെ മസാലകളും ഉപ്പും എല്ലാം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒന്നും ഇടാത്തത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കണേ. എണ്ണ ചൂടായിട്ടുണ്ട്. സവാള ഒന്ന് വാടട്ടെ. അപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പില അതിൽ കൂടെ തന്നെ കിടക്കട്ടെ. ഇതൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ്. നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മതിയേ. ഞാൻ വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് അധികം വേണ്ട. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത്രയും മതിയാവും. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇതിനൊരു 2.5 സ്പൂണ്. ഇത് ചെറിയ സ്പൂണാണ്. ഇത്രയും മതിയാവും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശർക്കര കൂട്ടി വെച്ച് കൊടുക്കാം. ഇത്രയും മതിയാവും. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഇത് 2ാം പാലാണ്. ഇന്ന് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിക്കുന്നില്ല ഇതിൽ. നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വേകട്ടെ. അതുവരെ നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. ഈ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണേ. നമുക്കിത് വെന്തിട്ട് വേണം. അപ്പോൾ ഞാൻ ആ ബാക്കി വന്ന 2ാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയേ. ഇത്രയും മതിയാവും.
എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് കൊടുക്കാം. മുട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടാതെ ഇട്ട് കൊടുക്കണേ. നമ്മൾ 6 മുട്ടയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് തിളച്ചിട്ട് ഇതിപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. ലാസ്റ്റ് നമുക്ക് ഞാൻ 1 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കാം. ഇത് വാങ്ങി വയ്ക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലിടണം. ഞാൻ കുറച്ച് മല്ലിയിലിടുന്നുണ്ട്. നമുക്ക് ആ എടുത്തു വെച്ചേക്കണ 1 പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് തിളയ്ക്കാൻ പാടില്ല. എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. ഇത്രയും മതിയാവും. നണ്ട തിക്കായിട്ടുണ്ട്. ഓൾറെഡി ഇത് തിക്കാണ്. ഇത്രയും മതിയാവും. നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് അടുത്ത ചപ്പാത്തി ഉണ്ടാക്കാം. മതിയാവും. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടെടുത്ത് പരത്തി ചുട്ട് കാണിക്കാം. ഇത്രയും വലിപ്പത്തിൽ, ഒരു നാരങ്ങ വലിപ്പത്തിൽ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ മാവിൽ മുക്കി, ഞാൻ മാവ് കുഴയ്ക്കുന്നത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പരത്താം. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാ നമ്മളെ മുട്ടക്കറിയും ചപ്പാത്തിയും അമ്മ കഴിക്കാൻ പോകുന്നു. കഴിച്ചു വെക്ക്. സൂപ്പറായിട്ടുണ്ട്. നല്ല കറിയാണ്. നിങ്ങളെല്ലാവരും ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ എങ്ങനെയുണ്ടെന്ന്. ചപ്പാത്തി ഞാൻ പറഞ്ഞ അളവിലെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. നല്ല 2 വിരലിൽ നല്ലതുപോലെ വരും ചപ്പാത്തി. ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.